ഇപ്പോൾ സൂപ്പർമാനെയും ബാറ്റ്മാനെയും തോൽപ്പിച്ചാണ് ക്യാപ്റ്റൻ മാർവലും ഹോക്ക്മാനും വന്നിരിക്കുന്നതെന്ന് വിചാരിച്ച് വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് ചെല്ലുന്ന ലെക്സ് ലൂഥർ എന്തോ കണ്ട് ഞെട്ടിപ്പോവുകയാണ്. കാരണം അവിടെ വന്നിരിക്കുന്നത് ക്യാപ്റ്റൻ മാർവലിൻ്റെയും ഹോക്ക്മാൻ്റെയും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ സ്വന്തം ബാറ്റ്മാനും സൂപ്പർമാനുമാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ പവർ ഗേളിൻ്റെ സഹായത്താൽ സൂപ്പർമാനും ബാറ്റ്മാനും ക്യാപ്റ്റൻ മാർവലിനെയും ഹോക്ക്മാനെയും തോൽപ്പിച്ചു. എന്നിട്ട് അവരെ അടിച്ച് ബോധം കെടുത്തിയിട്ട് അവരുടെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് സൂപ്പർമാനും ബാറ്റ്മാനും ലെക്സ് ലൂഥറിനെ കാണുവാനായി വന്നിരിക്കുന്നത്. ഇപ്പോൾ ക്യാപ്റ്റൻ മാർവലും ഹോക്ക്മാനും തുണിയൊന്നുമില്ലാതെ അവിടെ എവിടെയോ ബോധം കെട്ട് കിടക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ സൂപ്പർമാനെയും ബാറ്റ്മാനെയും കണ്ട് ഞെട്ടി നിൽക്കുന്ന ലെക്സ് ലൂഥറിനോട് മര്യാദയ്ക്ക് ആ ഉൽക്കയെക്കുറിച്ചുള്ള ഡേറ്റകൾ മുഴുവൻ തരുവാൻ സൂപ്പർമാൻ പറഞ്ഞതും ലെക്സ് ലൂഥർ അതിന് സമ്മതിക്കുന്നില്ല. മാത്രമല്ല ലെക്സ് ലൂഥർ തൻ്റെ ശരീരത്തിൽ ക്രിപ്റ്റോണൈറ്റ് കൊണ്ടുള്ള ഡ്രഗ് കുത്തിവെച്ചതുകൊണ്ട് ഇപ്പോൾ സൂപ്പർമാന് ചെറുതായി വയ്യാതെയാകുകയാണ്. അത് കണ്ട് ലെക്സ് ലൂഥറിന് സന്തോഷമാകുന്നു. അങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന ലെക്സ് ലൂഥറിനെ നമ്മുടെ ബാറ്റ്മാൻ അടിക്കുകയാണ്. എന്നിട്ട് ആ ഉൽക്കയെ പറ്റിയുള്ള ഡേറ്റകൾ തരുവാൻ പറയുന്നു. അപ്പോൾ തന്നെ പേടിച്ചുപോയ ലെക്സ് ലൂഥർ ആ ഡേറ്റകൾ താൻ തരാമെന്ന് ബാറ്റ്മാനോട് പറയുന്നുണ്ടെങ്കിലും ആ തെണ്ടി ലെക്സ് ലൂഥർ ആ ഡേറ്റകൾ മുഴുവൻ കമ്പ്യൂട്ടറിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അത് കണ്ട് ബാറ്റ്മാനും സൂപ്പർമാനും ഞെട്ടിപ്പോകുന്നു. അങ്ങനെ ഞെട്ടി നിൽക്കുന്ന ബാറ്റ്മാനും സൂപ്പർമാനും ആശ്വാസം നൽകുന്ന ഒരു കാര്യവുമായി അവിടെ അമാൻഡ വോളർ വരികയാണ്. ഈ അമാൻഡ നേരത്തെ തന്നെ ആ ഉൽക്കയെ പറ്റിയുള്ള ഡേറ്റകളെല്ലാം ഒരു പെൻ ഡ്രൈവിലേക്ക് മാറ്റിയിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ പെൻ ഡ്രൈവ് അമാൻഡ ബാറ്റ്മാനെ നൽകിയിട്ട് പുള്ളിക്കാരനോട് ഈ ഭൂമിയെ രക്ഷിക്കണമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ബാറ്റ്മാനും സൂപ്പർമാനും അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ ഉൽക്കയെ പറ്റിയുള്ള ഡേറ്റകളുമായി ബാറ്റ്മാനും സൂപ്പർമാനും പോകുന്നത് കണ്ട് ഞെട്ടി നിൽക്കുന്ന ലെക്സ് ലൂഥറിനെ അപ്പോൾ തന്നെ അമാൻഡ വോളർ അവിടെയുള്ള പട്ടാളക്കാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുവാൻ പോവുകയാണ്. അത് കണ്ടതും ലെക്സ് ലൂഥർ അവിടുന്ന് വേഗം തൻ്റെ മുറിയിലേക്ക് ഓടിപ്പോവുകയാണ്. എന്നിട്ട് ഉടനെ താൻ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതരം ആർമറൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പിടിക്കുവാനായി വന്ന പട്ടാളക്കാരെ അടിച്ചിട്ട് ലെക്സ് ലൂഥർ അവിടുന്ന് പോകുന്നു. പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം ഇനി കാണിക്കുന്നത് ബാറ്റ്മാനെയും സൂപ്പർമാനെയും പവർ ഗേളിനെയുമാണ്. അവരിപ്പോൾ ഉള്ളത് ജപ്പാനിലെ ഒരു വലിയ കെട്ടിടത്തിലാണ്. ഇപ്പോൾ ഇവരിവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കെട്ടിടത്തിൻ്റെ ഓണറായ ഹീറോ എന്ന 13 വയസ്സുകാരൻ ആ ഉൽക്കയെ നശിപ്പിക്കുവാനായി ഒരു പ്രത്യേകതരം റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹീറോ എന്ന് പറയുന്ന ചെറുക്കൻ ഒരു കൊച്ചു പയ്യനാണെങ്കിലും പുള്ളിയുടെ IQ ലെവൽ സാധാരണ മനുഷ്യരെക്കാളും കൂടുതലാണ്. അങ്ങനെ ഇപ്പോൾ ഹീറോ താൻ നിർമ്മിച്ച റോക്കറ്റ് ബാറ്റ്മാനെയും സൂപ്പർമാനെയും കാണിക്കുന്നു. ആ റോക്കറ്റ് ബാറ്റ്മാൻ്റെയും സൂപ്പർമാൻ്റെയും രൂപത്തിലാണ് ഹീറോ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്.